കൊടപ്പനച്ചോട്ടിൽ പെര വെച്ച് കിട്ടിയ മാതിരിക്കാരം. മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ പോകുന്ന വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ സ്ഥിതി ആജീവനാന്തം അവർ ലീഗിനോട്ട് ചെയ്യേണ്ടി വരും. ലീഗ് നേതാക്കൾക്കെതിരായി അവരെന്തെങ്കിലും പറഞ്ഞാൽ അങ്ങാടിയിലിട്ട് അവരെ വഷളാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അത് നമ്മൾ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടിയുടെ ആജ്ഞാനുവർത്തികളായി ഭാവി തലമുറയെ പോലും മാറ്റുന്നതിന് അവർ ശ്രമിക്കുന്നത്? അത് തീർത്തും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഇപ്പോ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഈ 2 രജിസ്ട്രേഷൻ? ആദ്യം തന്നെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഈ 100 ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ പോരായിരുന്നോ? സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഇനി അവിടെ വീടൊക്കെ ഉണ്ടാക്കും. വീടുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും താക്കോല് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചടങ്ങ്, അത് കഴിഞ്ഞ് പിന്നെ ആധാരം കൈമാറാൻ വേണ്ടി വേറൊരു ചടങ്ങ്. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഇവരെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ഞങ്ങൾ തന്നതാണ്, ഇത് ഞങ്ങൾ തന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിയും ഉണ്ടാകില്ല എന്ന് ആര് കണ്ടു? ഗുജറാത്തിൽ ലീഗ് വെച്ചു കൊടുത്ത വീടിന്റെ ഉടമസ്ഥാവകാശം അവിടെ താമസിക്കുന്നവർക്ക് കൊടുത്തില്ല. അവരെല്ലാം കൂടിയല്ലേ കോഴിക്കോട്ട് ഒരു ദിവസം വന്നത്, ഓർമ്മയില്ലേ? കോഴിക്കോട് ലീഗ് ഓഫീസിൽ വന്നു, ഞങ്ങൾക്ക് ഉടമസ്ഥാവകാശം തരണം എന്നവർ പറഞ്ഞു, കൊടുത്തില്ല. ഇന്നുവരെയും കൊടുത്തിട്ടില്ല അവർക്ക് ഉടമസ്ഥാവകാശം. ഏതോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരില്ല ഇന്നും അതിന്റെ ഉടമസ്ഥാവകാശം. അതുപോലെ എല്ലാ കാലവും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആളുകളായിട്ട് ഇവർ മാറില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? എന്ന് രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കും ലീഗ് അവരുടെ പേരിൽ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ 2 രജിസ്ട്രേഷന്റെ ചാർജ് വന്നോ? അതൊക്കെ ഏത് പണത്തിൽ നിന്നാണ് എടുക്കുന്നത്? ഈ 40 കോടി രൂപയിൽ നിന്നല്ലേ? അപ്പൊ ഇതിന് നേതൃത്വം നൽകിയ ലീഗിന്റെ സബ് കമ്മിറ്റിയിലെ 5 അംഗ സമിതിയെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം. ലീഗിനെ വഞ്ചിച്ചു എന്നുള്ളതിന്റെ പേരിലും നാട്ടുകാരുടെ മുമ്പിൽ മുസ്ലിം ലീഗിനെ അവഹേളിച്ചു എന്നുള്ളതിന്റെ പേരിലും മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ്യതക്ക് ഇവർ കോട്ടം തട്ടിച്ചു എന്നുള്ളതിന്റെ പേരിലും. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് 2 സ്ഥലങ്ങളും ഞങ്ങൾ സന്ദർശിച്ചത്. ലീഗ് വാങ്ങിയിട്ടുള്ള സ്ഥലം 2 മേഖലയിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കൊക്കെ പോയി നോക്കിയാൽ അറിയാം. അതിനെ ബന്ധിപ്പിക്കുന്ന, ഈ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് എനിക്ക് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. മെയിൻ റോഡിൽ ഇവിടെ ഉണ്ട്, അപ്പുറത്തും മെയിൻ റോഡ് ഉണ്ട്, അതിന്റെ മുഖത്തും കുറച്ച്. 2ഉം തോട്ടഭൂമിയാണെന്ന് അവിടെ ചെല്ലുന്ന ഏതൊരു കണ്ണുപൊട്ടനും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതാണ് ഇത് സംബന്ധമായിട്ട് ഇപ്പോ പറയാനുള്ളത്.